അതിമനോഹരമായ നെയ്യശ്ശേരി തോക്കുംബസാർ റോഡിൻ്റെ സൈഡിലൂടെ നമ്മൾ താഴോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് ആ താഴ്വാരത്ത് കണ്ടോ, പച്ച പുതച്ച് കിടക്കുന്ന ഒരു കൃഷിയിടം. അതെ, പൈനാപ്പിൾ തോട്ടമാണ്. ഒരു കർഷകൻ്റെ സ്വപ്നങ്ങളാണത് ആ പച്ച പുതച്ച് കിടക്കുന്നത്. പ്രത്യേകിച്ചും കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും അതിരൂക്ഷമായ ആക്രമണം ഏൽക്കുന്ന എൻ്റെ ഗ്രാമത്തിൽ ഇത്ര മനോഹരമായി ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു 120 മുതൽ 135 ദിവസം കൊണ്ട് ഈ ചക്ക മുറിച്ചെടുക്കാറാവും. നല്ല പാകമാവും, പഴമാകും. പച്ചയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ്. കാരണം ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നല്ല വിപണന കേന്ദ്രങ്ങൾ ഇതിനകത്തുള്ളത്. പാകമായ പൈനാപ്പിൾ പച്ച വെട്ടി അത് വണ്ടിയിൽ ലോഡ് ചെയ്ത് 3-4 ദിവസം കൊണ്ട് അത് ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ചെല്ലുമ്പോഴേക്കും നല്ല പഴമാകും. അപ്പോൾ നല്ല വിലയും കിട്ടും. കേരളത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ് വാഴക്കുളമാണ്, ദ പൈനാപ്പിൾ സിറ്റി. ഇതിൻ്റെ ഒരു തൈ എടുത്ത് നമുക്കൊരു ചട്ടിയിൽ വെച്ചാൽ പോലും നമുക്ക് നല്ല വിഷമില്ലാത്ത ഒരു പഴം കഴിക്കാം. അധികം കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഇല്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നല്ല വിലയുണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി ലാഭകരമാവൂ. എന്നാലും അയ്യങ്കോലി സിനിച്ചേട്ടൻ്റെ കൃഷി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം ധാരാളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായി അടുക്കും ചിട്ടിയുടെ കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. നല്ല രീതിയിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച തറവാടകയും അദ്ദേഹം നൽകുന്നുണ്ട്. മുള്ളിരിങ്ങാടത്തെ ആദ്യത്തെ പൈനാപ്പിൾ കർഷകനുമാണ്.